അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചോദ്യം. നമ്മൾ സൽസ്വഭാവം വളരെ മഹത്വമുള്ളതാണ്, സൽസ്വഭാവികൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. സാധാരണഗതിയിൽ അതിനെല്ലാവരും വല്ല പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കേട്ടിരുന്നു നമ്മൾ സൽസ്വഭാവികൾക്ക് പകല് മുഴുവൻ നോമ്പ് നോറ്റ കൂലി, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി ഒക്കെ സൽസ്വഭാവികൾക്ക് എഴുതപ്പെടും എന്നുള്ളത്. അതൊരു ആലങ്കാരിക പ്രയോഗമാണോ, അതല്ല ശരിക്കും അങ്ങനെ സൽസ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം അങ്ങനെ തന്നെയാണോ? കാരണം ഇപ്പോൾ പകല് മുഴുവൻ നോമ്പ് നിൽക്കുക, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുക എന്നൊക്കെ ഉള്ളത് ഒരുപാട് ശാരീരികമായിട്ടുള്ള അധ്വാനമുള്ള സംഭവമാണല്ലോ. അപ്പം അത് സൽസ്വഭാവം കൊണ്ട് മാത്രം അങ്ങനെ ഒരു വിഷയം കിട്ടുക എന്നുള്ളത് അത് അങ്ങനെ യോജിക്കുന്ന സാധനമോ? അപ്പം അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക, ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കൂട്ടണം. നമ്മുടെ സ്വഭാവം നന്നാവുക എന്ന് പറയുമ്പം അതൊരു മഹാഭാഗ്യം തന്നെയാണതൊക്കെ. അത് അങ്ങനെ ആകണമെന്നുണ്ടെങ്കിലും അത് വലിയൊരു പ്രയാസം തന്നെയാണ്. നമുക്ക് തോന്നും അത് എളുപ്പമല്ലേ എന്നുള്ളതൊക്കെ. കാരണം എല്ലാവരോടും ഒരേ രൂപത്തിൽ മുഖപ്രസന്നതയോടുകൂടെ ദേഷ്യപ്പെടാതെ, അതുപോലെ തന്നെ ഒരാൾക്കും അങ്ങനെ പ്രയാസമൊന്നും പെടുത്താത്ത രൂപത്തിൽ ജീവിക്കുക എന്നൊക്കെ പറയുമ്പം അത് അങ്ങനെ വല്ലാത്തൊരു ക്ഷമ തന്നെ അതിന് വേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നല്ല സ്വഭാവത്തിൻ്റെ ഹുസ്നുൽ ഖുൽഖ് എന്ന് മഹാന്മാരൊക്കെ വിശേഷിപ്പിച്ച ആ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും അങ്ങനെ ഒരു സ്വഭാവത്തിനൊക്കെ ധാരാളം പ്രതിഫലമുണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ധാരാളം പ്രതിഫലമുണ്ട്. അതിനെപ്പറ്റിയിട്ട് അധ്യായങ്ങൾ, ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞ അധ്യായം വെച്ചുകൊണ്ട് തന്നെ മഹാന്മാർ അതിൻ്റെ പ്രതിഫലങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ പറയുമ്പോൾ, ഇവിടെ ചോദിക്കും പോലെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുകയും അതുപോലെ തന്നെ പകലന്തിയോളം നോമ്പ് നോൽക്കുകയും പ്രതിഫലം കൊടുക്കുക എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് തന്നെയാണ്. ഹുസ്നുൽ ഖുൽഖിനിക്ക്, ഇങ്ങനെ നല്ല സ്വഭാവത്തിനക്ക് ഇങ്ങനെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞ ഹദീത്താണ്. ആ ഹദീത്ത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുവത്തയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പല ഹദീസിന്റെ കിതാബിലുണ്ട് ആ ഹദീത്ത്. മാലിക് ഇമാമിന്റെ മുവത്ത, ആ മുവത്തയുടെ 774 പേജിൽ, അതായത് കിതാബ് ഹുസ്നുൽ ഖുൽഖ് എന്ന അധ്യായം തന്നെയുണ്ട് മുവത്തയിൽ. 1730 ഹദീത്തായിട്ട് നോക്കിയാൽ യഹ്യ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന ഹദീത്താണ്. മഹാനവറുകൾ പറഞ്ഞു, ബലഗനി, എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് എത്തിയിട്ടുണ്ട്, അന്നൽ മർഅ ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജത്തൽ ഖായിമി ബില്ലൈലി അല്ലാമി ബിൽ ഹവാജിർ. ഉണ്ടോ? നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾക്ക് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലവും പകലന്തിയോളം നോമ്പ് നോറ്റ പ്രതിഫലവും കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഈ ഹദീസ് ധാരാളം മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദീകരണം എന്താണ്? ഇതൊരു ആലങ്കാരിക പ്രയോഗമാണോ? എന്തിനാണ് ഈ പ്രതിഫലം കൊടുക്കേണ്ട ആവശ്യം? ഹുസ്നുൽ ഖുൽഖിൽ എന്ത് റിസ്ക് ആണ് എടുക്കുന്നത്? മറ്റത് ശരീരം കൊണ്ട് ഒരുപാട് റിസ്ക് എടുക്കുന്നില്ലേ? ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ചർച്ചയിലേക്കും ഈ ഹദീസ് പോയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിക്കൊണ്ട് ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല, ഇതിൻ്റെ സമാനമായ പ്രതിഫലം കൊടുക്കുമെന്ന് തന്നെയാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്നതിൽ ഈ പറയുന്ന എൻ്റെ മുവത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുർഖാനി റഹിമഹുല്ല, അവിടുത്തെ ഷർഹ് സുർഖാനി എന്ന് പറയുന്ന മുവത്തിൻ്റെ ഷറഹുണ്ട്, അതിൽ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. ഷർഹ് സുർഖാനിയുടെ എൻ്റെ 4-ാം വാള്യം, ഇതിൻ്റെ 296 പേജിൽ ഉണ്ടോ, ഐ മിസ്ലു ദറജത്തി ഐ മൻസിലത്തി ഉണ്ടോ, അതിൻ്റെ ആ ഒരു ഇങ്ങനെ നിസ്കരിച്ചാലും നോമ്പോറ്റാലുള്ള പ്രതിഫലം എങ്ങനെയാണ്? അത് സമാനമായ പ്രതിഫലം കൊടുക്കും, ആ ഒരു പദവി തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ള രൂപത്തിൽ. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്? അതായത് ഇപ്പം ഇങ്ങനെ പ്രതിഫലം കൊടുക്കുമെന്ന് പറയുമ്പം അതിനൊരു അർത്ഥം ഉണ്ടാവുമല്ലോ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. അപ്പം ഇങ്ങനെ പ്രതിഫലം കൊടുക്കും എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത് എന്നുള്ളത് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുവത്ത് വിശദീകരിച്ചിട്ടുണ്ട്. തൻവീറുൽ ഹവാലിക് എന്ന കിതാബിലൂടെ. ഇത് സുയൂത്തി ഇമാമിനാണ്, മുവത്തിന്റെ ഷറഹാണ്. അതിലും വ്യക്തമായിക്കൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതുകൊണ്ട് എന്താണ് വീക്ഷിക്കുന്നത്, മുറാദാക്കുന്നത്, ഉദ്ദേശം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ 652 പേജിലുണ്ടോ ഇമാം ബാജി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത്. വഖാലൽ ബാജിയു, ഇമാം ബാജി തങ്ങളൊക്കെ പറഞ്ഞു, അൽ മുറാദു ബിദാലിക,
ഇപ്പൊ ഇങ്ങനെ പദവി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം, അതായത് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിൻ്റെയും പകല് നോമ്പറ്റിൻ്റെയും കൂലിയാണല്ലോ കൊടുക്കുക. അതുകൊണ്ട് ഉദ്ദേശം അന്നഹു യുദിരിക്കു ദറജത്തൽ മുതനഫിൽ ബി സോമി വസ്സലാത്തി, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച സുന്നത്തായി നിന്ന് നിസ്കരിച്ച കൂലിയും സുന്നത്ത് നോമ്പോറ്റ കൂലിയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കൂലി തന്നെ കൊടുക്കും. ആ ഒരു ദറജ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പദവി, അവൻ്റെ ഒരു പവർ എത്രയാണ്, ആ പവർ ഇവനക്ക് കിട്ടും എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് എങ്ങനെ? ബി സോബിരിഹി അലൽ അദാബ് കഫിഹി അൻ അദാ ഗൈരിഹി വൽ മുഖാറബത്തി അലൈഹി മഅ സലാമത്തി സദരിഹി മിനൽ ഗില്ല്. അതായത് ഇങ്ങനെ ഹുസ്നുൽ ഖുൽഖിന്റെ ആളാവുക എന്ന് പറയുമ്പോൾ നല്ല ക്ഷമ വേണമെന്നേ. ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ, പ്രയാസപ്പെടുത്താതെ, ഇടങ്ങാറാക്കാതെ ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല നല്ല ക്ഷമ അവിടെ കയറി വരണം. അങ്ങനെ മറ്റുള്ള നമ്മളെ ബുദ്ധിമുട്ടാക്കിയാലും അങ്ങോട്ട് നന്മ ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലാണ് ഈ പറയുന്ന കാര്യം. അതുകൊണ്ട് നല്ല ക്ഷമ, അബിസ്വബരിഹി, അവന്റെ ക്ഷമ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, അതിലേക്കാണ് ഈ പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതുകൊണ്ട് വീക്ഷിക്കുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത് എൻ്റെ ഇപ്പൊ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുക, പകലന്തിയോളം നോമ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം എന്തുമാത്രം റിസ്ക് എടുക്കുന്നുണ്ട്, എത്രമാത്രം റിസ്ക് ഉണ്ട് ഈ ശരീരത്തിനേക്ക്. അപ്പോൾ ഒരു ഹുസ്നുൽ ഖുൽഖിനക്ക് ഇങ്ങനെ എൻ്റെ ഒരു പ്രതിഫലം, ഇങ്ങനെ അതും രാവും പകലും അധ്വാനിച്ച ഒരു എൻ്റെ പ്രതിഫലം എൻ്റെ ഇതിനക്ക് കൊടുക്കുക എന്ന് പറയുമ്പം അത് എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുക, നമ്മൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഇമാം അസീസ് റളിയല്ലാഹു അൻഹു അതൊക്കെ ഒന്ന് മട്ടം പോലെ വിശദീകരിച്ചിട്ടുണ്ട് അവിടുത്തെ സിറാജുൽ മുനീറിലൂടെ. അതായത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ജാമിഉ സഗീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജാമിഉ സഗീർ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഇമാം അസീസ് റളിയല്ലാഹു അൻഹു സിറാജുൽ മുനീറിലൂടെ. ഇത് സിറാജുൽ മുനീർ ഈ പറയുന്ന ജാമിഉ സഗീറിന്റെ ഷറഹാണ്. അപ്പൊ ഇതില് അതിന്റെ വിശദീകരണം മട്ടം പോലെ അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇതിന്റെ 2ാം വാള്യം, ഇതിന്റെ 383 പേജിൽ ഉണ്ടോ. ഇപ്പൊ ഇവിടെ വണ്ണമായൊരു പ്രതിഫലം പറഞ്ഞു, വലിയൊരു പ്രതിഫലം തന്നെയാണ്. ആ ഒരു പ്രതിഫലം നല്ല സ്വഭാവത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട്? എന്തേ റീസൺ, എന്തേ കാരണം? ലഅന്ന സ്വാഇമ വൽ മുസല്ലി ബില്ലൈലി യുജാഹിദാനി അൻഫുസുഹുമാ ഫി മുഖാലഫത്തി ഹദ്ദിഹിമാ. ഇപ്പോൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുക, പകലന്തിയോളം നോമ്പ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പം അത് ശരീരത്തോട് അവർ ചെയ്യുന്ന വല്ലാത്തൊരു റിസ്ക് തന്നെയാണത്. ശരീരത്തോട് യുദ്ധം ചെയ്യാന്നറിയില്ല, അങ്ങനെ ശരീരത്തോട് യുദ്ധം ചെയ്തിട്ട് നേടിയെടുക്കുന്ന ഒരു കാര്യം തന്നെ മറ്റുള്ള എല്ലാ കാര്യം മാറ്റി നിർത്തിക്കൊണ്ട്. അപ്പൊ എങ്ങനെ? ഒന്നുകൂടി പറയാം. അസ്സായിമു യംനഉഹാ മിനശ്ശറാബി വത്ത്വആമി വന്നിക്കാഹി. ഇപ്പൊ നോമ്പ് എന്ന് പറയുമ്പം എൻ്റെ കുടിപ്പാനീയം, ഭക്ഷണം ഒക്കെ ഒഴിവാക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് പലതും ഒഴിവാക്കണം. നിസ്കരിക്കുകയാണെങ്കിലോ യംനഉഹാ മിനന്നൗം, ഉറക്കം ഉണ്ടാകാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ശരീരത്തോടൊരു യുദ്ധം തന്നെയാണ്. അപ്പൊ പിന്നെ ഹുസ്നുൽ ഖുൽഖിനിക്കോ ഫകഅന്നഹുമാ യുജാഹിദാനി നഫ്സൻ വാഹിദൻ. ഇതൊക്കെ അതായത് ഇപ്പൊ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരൊറ്റ വ്യക്തിയുടെ ശരീരം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പകലന്തിയോളം നോമ്പ് വെക്കുക, അതുപോലെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരൊറ്റ ശരീരം കൊണ്ടാണല്ലോ. അയാൾ റിസ്ക് എടുക്കണം, അയാൾക്ക് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെ റിസ്ക് ഇല്ലായും അതൊന്നും അവിടെ വരുന്നില്ല. അയാളുടെ റിസ്ക്, അയാളുടെ ശരീരം, അങ്ങനെ അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നർത്ഥം. അപ്പൊ പിന്നെ ഹുസ്നുൽ ഖുൽഖിന്റെ കാര്യം പറയുകയാണെങ്കിലോ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവത്തിന്റെ ഉടമ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കും അതുകൊണ്ട് ഒരുപാട് ഉപകരിക്കുന്നുണ്ട് എന്നേ. അതാണ് കാര്യമായിട്ടുള്ളത് അവിടെ. നമ്മുടെ ശക്തി ജീവിതം നന്നാക്കി എന്ന് മാത്രമല്ല, അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഒരാൾക്കും ഇടങ്ങേറുണ്ടാകുന്നില്ല, ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല. മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അത് അവർക്ക് കൂടുതലും അത് എഫക്റ്റ് ചെയ്യും, അത് അവർക്ക് ഉപകരിക്കും. അതുകൊണ്ട് തന്നെ ഫകഅന്നഹു യുജാഹിദു നുഫൂസൻ കസീറത്തൻ, ഒരുപാട് ശരീരങ്ങളിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ തെറ്റില്ല ഒരിക്കലും. അപ്പം അത് വല്ലാത്തൊരു ശരീരത്തോട് ചെയ്യുന്നൊരു യുദ്ധം തന്നെയാണത്. അതുകൊണ്ട് അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലവും നോമ്പ് വെൽക്കുന്നവന്റെ പ്രതിഫലവും ഒക്കെ ഈ പറയുന്ന നല്ല സ്വഭാവത്തിന്റെ ഉടമ എത്തിക്കും എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാവുമ്പോൾ വസ്തവയാ ഫി ദറജത്തി, ഈ കൂലി രണ്ടുപേരും സമാണ് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച് പകലന്തിയോളം നോമ്പ് കൊടുത്ത ഒരാളും അതുപോലെ തന്നെ നല്ല സ്വഭാവത്തിന്റെ ഉടമയും ഇവർ രണ്ടുപേരും ഒരുപോലെയാണ് എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ, ബൽ റുബ്ബമാ സാദ
ഹുസ്നുൽ ഖുൽഖ്, അതായത് നല്ല സ്വഭാവത്തിന്റെ ഉടമക്ക് ഇതിനെക്കാട്ടും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റല്ല. അത്രത്തോളം പ്രതിഫലം നല്ല സ്വഭാവത്തിനുണ്ട് എന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇപ്പം എൻ്റെ തൻവീർ എന്ന് പറയുന്ന കിതാബിലൊക്കെ സൻആനി ഇമാമൊക്കെ പറഞ്ഞത് വണ്ണമായ പ്രതിഫലം നല്ല സ്വഭാവത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ തന്നെ വെക്കണം എന്നുള്ളത്. ഇതിൻ്റെ 3-ാം വാള്യം ഇതിൻ്റെ 459 പേജിലുണ്ട്. വഫീഹി അദ്മത്തു ശഅനിൽ അഖ്ലാഖി ഫിൽ അജ്രി, കൂലിയുടെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ നല്ല സ്വഭാവത്തിന് വണ്ണമായ പ്രതിഫലമുണ്ട് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആലങ്കാരികമൊന്നും അല്ലത്, അത് വ്യക്തമായിക്കൊണ്ട് പറയാണ്. നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണ്. അങ്ങനെ ആയി കിട്ടണമെങ്കിൽ അതിനൊക്കെ ഒരുപാട് അടയാളങ്ങളുണ്ട്. നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി എന്ന് എങ്ങനെ പറയാ? അടയാളങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അത് ഏതൊരു സംഗതിക്കും അങ്ങനെ അടയാളം പറയുമല്ലോ. പനിക്കുകയാണെന്നുണ്ടെങ്കിൽ പനി ഉണ്ടെങ്കിൽ തൊട്ട് നോക്കിയാറിയെന്ന് പറഞ്ഞ് ഇന്നതുപോലെ എൻ്റെ ഏറെക്കുറെ അപ്പോൾ ഒരു അടയാളങ്ങളൊക്കെ പറയാൻ പറ്റുമല്ലോ. മഹാനായ ഇമാം അബൂദാവൂദ് റഹിമഹുല്ല സുന്ന അബൂദാവൂദിലെ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇബ്നു റസ്ലാൻ റഹിമഹുല്ല അത് വിശദീകരിച്ചു ശറഹ് സുന്ന അബൂദാവൂദിലൂടെ. അവിടെ പറയുന്നുണ്ട് നല്ല സ്വഭാവത്തിൻ്റെ അടയാളം എന്താണ് എന്നുള്ളതൊക്കെ. ഇതിൻ്റെ 18-ാമത്തെ വാള്യം 464 പേജിൽ ഉണ്ടോ. ഇതിനൊക്കെ അടയാളങ്ങൾ അബ്ദുല്ലാഹിബിൻ മുബാറക് തന്നെ പോലത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വസഫ ഹുസ്നുൽ ഖുൽഖ്, ഹുസ്നുൽ ഖുൽഖിലേക്ക് എൻ്റെ വിശേഷണം പറയുകയാണെങ്കിൽ ഫഖാൽ അവരൊക്കെ പറഞ്ഞു ഹുവ ബസ്തുൽ വജ്ഹി, നല്ല മുഖപ്രസന്നത, എല്ലാവരോടും നല്ല മുഖപ്രസന്നത. വ ബദുലുൽ മഅറൂഫ്, ഉണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്യുക. വ കഫുൽ അദാ, ബുദ്ധിമുട്ടിനെ തൊട്ട് അകറ്റി നിർത്തുക. ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ലൊരു ക്ഷമ വേണം എനിക്ക്. അപ്പൊ ഈ ഒരു രൂപത്തിൽ ജീവിക്കുമ്പം അവൻ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകും. ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടാക്കാതെ, നല്ല രൂപത്തിൽ, അങ്ങനെ ഉണ്ടല്ലോ, ആ രൂപത്തിൽ പട്ടിണിയും പാരായും പറഞ്ഞു നടക്കാതെ ഈ രൂപത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പൊ ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകണമെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രയാസം തന്നെയാണ്. നമ്മുടെ ശരീരത്തിനോടൊക്കെ നല്ല ഒരു യുദ്ധം ചെയ്താലേ അതൊക്കെ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ നേട്ടഗുണമാണ്. അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് നല്ല ഉപകാരങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അളക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിഫലങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ വ്യക്തം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നല്ല സ്വഭാവത്തിലമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.